എനിക്ക് മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കാത്തത് കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യര് അത്രത്തോളം പരസ്പരം കലർന്ന് നിൽക്കുന്ന എല്ലാ രാജ്യത്തുമുള്ളവരും മറ്റുള്ള രാജ്യത്തുകാർക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതും അവരുണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും നടക്കുന്ന വ്യാപാരം വളരെ വിപുലമായി ശൃംഖലപരമായി മാറിപ്പോയിരിക്കുന്നതുകൊണ്ടാണ് യുദ്ധം വികസിക്കാത്തതെന്ന് അറിയുന്ന ആളാണ് ഞാൻ. പക്ഷെ അതേ സമയത്ത് തന്നെ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു വ്യവസായവും വ്യാപാരവുമാണ് ആയുധ നിർമ്മാണമെന്ന് അറിയുന്ന ആളുമാണ്. അത് കാരണം കൊണ്ട് ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാരവും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായവുമാണ് ആയുധ നിർമ്മാണവും. അതുകൊണ്ടാണ് അതിന്റെ ഫലമായി നമ്മൾ ഈ അവിടെ ഇവിടെയൊക്കെ ഈ യുദ്ധം ചെയ്യാൻ ബാധ്യത വരുന്നത്. യുദ്ധങ്ങൾ വളരെ കുറവാണ്. നമ്മൾ വലിയ യുദ്ധമാണെന്ന് പറയുമ്പോൾ എല്ലാ കൊച്ചു ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരുന്ന ഒരു ലോകമാണ് മനുഷ്യരുടേത്. രാജ്യങ്ങൾ തമ്മിൽ എവിടെങ്കിലും ഒരു രാജ്യം വികസിച്ചാൽ മറ്റു രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ നടന്നുകൊണ്ടിരുന്നതായിരുന്നു മനുഷ്യചരിത്രത്തിൽ കഴിഞ്ഞ ഒരു 10,000 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതിന്റെയൊക്കെ അറ്റത്തെത്തി ഇപ്പൊ നമ്മൾ അത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആണ്. ഒരു രാജ്യത്തിനകത്ത് ഇപ്പം ഇറാനിലെ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാതെ അവരുടെ ഭരണകൂടത്തിനെ തകർക്കുക എന്ന് പറയുന്ന യുക്തിയൊക്കെയാണ് ഉള്ളത്. പക്ഷെ ബോംബ് ചെയ്യുന്ന സമയത്ത് അവരെ അതൊന്ന് തകർത്താൽ എന്താ ഇപ്പൊ പറ്റും എന്ന് തോന്നിപ്പോകുന്ന കൈധരിക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്തെടുക്കുമ്പോൾ തിരിച്ചും ചെയ്യുമ്പം എത്രയോ മനുഷ്യരുടെ ജീവിതം ഒന്നിച്ചതാണ് പാടുപെട്ട് നരകതുല്യമായി മാറ്റിയതെന്നുള്ളത് ഇപ്പൊ യൂറോപ്പിലുള്ള മുഴുവൻ ആൾക്കാർക്കും അടുത്ത വിന്ററിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തടത്തേക്ക് കാര്യങ്ങൾ നീങ്ങി കഴിഞ്ഞത്. ഈ LNG എന്ന് പറയുന്ന നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ അവര് ഈ തണുപ്പത്ത് മുഴുവൻ ജീവിക്കുന്നത്. മുഴുവൻ സമയവും ചൂടാക്കിക്കൊണ്ടിരിക്കണം ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ മുഴുവനും. അവരുടെ ജീവിതമൊക്കെ ഭയങ്കര ദുരിതമായി മാറിപ്പോവും. അപ്പൊ അത് നമ്മൾ ഇതുപോലെ കാണേണ്ടതാണ്. $2 നിന്ന് $4 വരെ എത്തി എന്നുള്ളതാണ് കേട്ട കണക്ക്. അതാണ് ഈ ആളുകൾ മുഴുവനും ദുരിതപ്പെടുമ്പം ഒരു സ്ഥലത്ത് ആയുധ കച്ചവടം കൊണ്ടുണ്ടാകുന്ന ലാഭം നിലനിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ വ്യവസായത്തിനും വ്യാപാരത്തിനും തടസ്സമാണ് യുദ്ധം. അപ്പം എല്ലാ വ്യാപാരികളും വ്യവസായികളും ഈ ആയുധ നിർമ്മാണ കച്ചവടം ചെയ്യുന്ന ഫാക്ടറികൾ വാങ്ങി പൂട്ടിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടതിനകത്ത് ഒരു സജഷൻ എനിക്ക് പറയാനുള്ളതാണ്. ബാക്കിയുള്ള വ്യാപാരം എന്ന് പറഞ്ഞാൽ കാറ് കമ്പനിക്കാരന് മറ്റുള്ളവരെല്ലാം കാറ് മേടിക്കണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ കാർ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിനകത്ത് കുരുമുളക് ഉണ്ടാക്കുന്നത് യൂറോപ്പിലുള്ളവർ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. മലേഷ്യക്കാരൻ പാം ഓയിൽ ഉണ്ടാക്കുന്നത് ചൈനക്കാരനും ഇന്ത്യക്കാരനും തിന്നുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ ലോകവ്യാപകമായ ആൾക്കാർ ഓരോ നാട്ടിലും വ്യാപാരമായാലും വ്യവസായമായാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യരാജ്യങ്ങളിലേക്കുള്ള കമ്പോളങ്ങളിലേക്ക് ഈ സാധനങ്ങൾ അയക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത്രത്തോളം ഇന്റഗ്രേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ടാണ് യുദ്ധം വ്യാപകമാകാത്തത്. ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയും ഇറാനിലെ യുദ്ധം ആരംഭിച്ചോടെ 2ാം ലോകം. അപ്പം എന്താണ് ഉക്രൈനിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് 3ാം ലോകമഹായുദ്ധം എന്താ ഉണ്ടാകാത്ത? അപ്പൊ ചർച്ചയില്ലേ? ഇറാഖിലെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് 3ാം ലോകമഹായുദ്ധത്തിനെ പറ്റി സംസാരിക്കുന്നില്ലല്ലോ. ഇതൊരു പറച്ചിൽ മാത്രമാണെന്ന് ഞാൻ പറയുന്നത്.